ഹലോ, ഇന്നത്തെ വീഡിയോയിൽ 2 ടിപ്പ് പറയാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരുപാട് പേർക്ക് അറിയുമെന്ന് വിചാരിക്കണം. അറിയാത്തവർ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കറിവേപ്പില ഒരുപാടുണ്ടെങ്കിൽ നമുക്കത് കേടുവരാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് കേട്ടോ ടിപ്പ്. അപ്പം നാടൻ കറിവേപ്പില കിട്ടിയിട്ടുണ്ട്, നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്. അപ്പം നമ്മളത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം അതിൽ വെള്ളം തോർത്തിയെടുക്കണം. ഒരു പേപ്പർ വിരിച്ചിട്ട് അതിൽ വിടർത്തിയിട്ട് കൊടുത്താൽ 1 മണിക്കൂറിന് ശേഷം വെള്ളമൊക്കെ നല്ലപോലെ വാർന്നു പോയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഒരു തോർത്തോ തുണിയോ വെച്ചിട്ട് വെള്ളം നല്ലപോലെ കളഞ്ഞിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം വെള്ളം തോർത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ശേഷം എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ബോട്ടിലെടുത്തിട്ട് അതിലേക്ക് ആക്കിയിട്ട് നല്ലതുപോലെ ടൈറ്റാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്ന തന്നെയാണ്. ഇതിൽ കാണുന്ന ചെറിയ ബോട്ടിൽ ഞാൻ 2 മാസം മുന്നേ വെച്ചിട്ടുള്ളതാണ്. ഇതുവരെ കേടൊന്നും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ടായിരിക്കും. അടുത്തത് നമ്മൾ ഇഡ്ലിമാവും ദോശമാവൊക്കെ അരച്ച് വെക്കാൻ വൈകിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ തണുപ്പ് സമയത്തൊക്കെ പൊങ്ങി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിൻ്റെ അകത്തേക്ക് ഇഡ്ലിമാവോ ദോശമാവോ അരച്ചത് ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. പിറ്റേ ദിവസത്തേക്ക് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ നമുക്ക് ഇവിടെ റെഡിയാക്കിയെടുക്കാം. ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.